ഗുഡ് മോർണിംഗ് ഓൾ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സാമ്പിളിംഗ് എറേഴ്സ് നോൺ സാമ്പിളിംഗ് എറേഴ്സ് വരെയാണ് ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. അപ്പൊ അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് നമ്മൾ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇതുവരെ പഠിപ്പിച്ചതെല്ലാം എല്ലാവർക്കും ക്ലിയർ ആണെന്ന് ഒന്ന് ഉറപ്പുവരുത്തുക. ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് നോക്കാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൈലറ്റ് സർവേ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് പൈലറ്റ് സർവേക്ക് ശേഷം സെൻസസ് എന്താണ്, സാമ്പിൾ സർവേസ് എന്താണ്, പോപ്പുലേഷനും സാമ്പിളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരും അതിനകത്തുനിന്ന് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്ന ഗ്രൂപ്പിനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ പോപ്പുലേഷനും സാമ്പിളും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നോക്കി. ആൻഡ് റാൻഡം സാമ്പിളിംഗ്, അതായത് റാൻഡം ആയിട്ട് പ്രത്യേകിച്ച് ഓർഡർ ഒന്നും ഇല്ലാതെ എല്ലാ ആൾക്കാർക്കും ഒരുപോലെ സെലക്ട് ആവാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സാമ്പിളിങ്ങിനെയാണ് നമ്മൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ നമ്മൾ കണ്ടു, ലോട്ടറി മെത്തേഡ് ഓർ അതർവൈസ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ലോട്ടറി മെത്തേഡ് അല്ലെ. പിന്നെ നോൺ റാൻഡം സാമ്പിളിംഗ് ഉണ്ട്, എല്ലാവർക്കും ഒരേ ചാൻസ് കിട്ടാത്ത സാമ്പിളിങ്ങുകൾ ഉണ്ട്. അതുപോലെ സാമ്പിളിംഗ് നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുമ്പോൾ ആക്ച്വൽ വാല്യൂ, അതായത് നമ്മളൊരു പോപ്പുലേഷന്റെ ആക്ച്വൽ വാല്യൂവും നമ്മളെ സാമ്പിളിലെ എസ്റ്റിമേറ്റ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് സോൾവ് ചെയ്യാം ബൈ ടേക്കിംഗ് എ ലാർജർ സാമ്പിൾ അല്ലെ. കുറച്ചുകൂടെ എണ്ണത്തിൽ കൂടുതലുള്ള സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നം ഇതുമൂലം ഉണ്ടാകുന്ന സാമ്പിളിംഗ് എറർ ഒഴിവാക്കാൻ പറ്റും. ആൻഡ് വാട്ട് ഈസ് നോൺ സാമ്പിളിംഗ് എറർ? നോൺ സാമ്പിളിംഗ് എറർ എന്ന് പറയുമ്പോൾ അതിനകത്ത് സാമ്പിളിംഗ് ബയസ് വരും. അതായത് നമ്മൾ എടുക്കുന്ന പോപ്പുലേഷനിലുള്ള ആ ഒരു ചേഞ്ചസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതുപോലെ നോൺ റെസ്പോൺസ് എറേഴ്സ് വരും. അതുപോലെ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എററുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതുവരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഇനി നമുക്ക് ലാസ്റ്റ് പാർട്ടിലേക്ക് പോകാം. നമ്മുടെ ഇന്ത്യയില് സെൻസസ് എടുക്കുന്നത് ആരാണ്? നമ്മുടെ ഇന്ത്യയില് സെൻസസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ആർക്കാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോ നമ്മുടെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നാഷണൽ ലെവലിൽ അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിലൊക്കെ നമുക്ക് ഒരുപാട് ഏജൻസികളുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സെൻസസ് എടുക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റകൾ കളക്ട് ചെയ്യാനും അതിനെ പഠിക്കാനും അത് കൃത്യമായിട്ട് നമ്മുടെ അടുത്തേക്ക് ആ ഒരു ഡേറ്റ പബ്ലിഷ് ചെയ്തെത്തിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് നാഷണൽ അതുപോലെ സ്റ്റേറ്റ് ലെവൽ ഏജൻസികൾ നമുക്ക് ഇന്ത്യയിൽ ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇപ്പൊ നമ്മുടെ കേരളത്തിലായാലും അല്ലെങ്കിൽ നാഷണൽ ലെവലിലായാലും നമുക്ക് ഇത്തരത്തിൽ പോപ്പുലേഷനെ കുറിച്ച് പഠിക്കാനും അവരുടെ ഡേറ്റ കറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്യാനും അത് കളക്ട് ചെയ്ത് നമ്മളിലേക്ക് ആ ഒരു ഡേറ്റ പബ്ലിഷ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരുപാട് ഏജൻസികൾ സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും ഉണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് എക്സാമ്പിളുകൾ നമുക്ക് പഠിച്ചിരിക്കണം. കാരണം നമ്മൾക്ക് എങ്ങാനും എക്സാമിന് ചോദിക്കുകയാണ് നെയിം സം നാഷണൽ ലെവൽ ഏജൻസീസ്, ഈ ഒരു സെൻസസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഏജൻസികളുടെ പേര് പറയാൻ പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം. സോ ആദ്യമായിട്ട് സെൻസസ് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, സെൻസസ് ഓഫ് ഇന്ത്യ ആണ് ആദ്യത്തെ അത്തരത്തിലുള്ള ഒരു ഏജൻസി എന്ന് പറയുന്നത്, സെൻസസ് ഓഫ് ഇന്ത്യ. ഇനി എൻ എസ് എസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു NSS ഉണ്ടായിരിക്കും, നാഷണൽ സർവീസ് സ്കീം ഉണ്ടായിരിക്കും അല്ലെ. ഇത് ആ NSS അല്ല, ഇത് നാഷണൽ സാമ്പിൾ സർവേ ആണ്. ഓക്കെ, നാഷണൽ സാമ്പിൾ സർവേ ആണ്. ഇനി നമ്മൾ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ NSSനെ കുറിച്ച് കുറച്ച് ബ്രീഫായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോ NSS എന്ന് മാത്രമേ പറയുള്ളൂ. NSS എന്ന് പറഞ്ഞാൽ നാഷണൽ സാമ്പിൾ സർവേ ആണ്. അടുത്തത് CSO ആണ്. CSO എന്താണ്? CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിനെയാണ് നമ്മൾ CSO എന്ന് പറയുന്നത്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിനെയാണ് നമ്മൾ CSO എന്ന് പറയുന്നത്. ഓക്കെ, ഫുൾ ഫോമും കൂടെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. എങ്ങാനും എക്സ്പാൻഡ് ചെയ്യാൻ 1 മാർക്കിന് വല്ലതും ചോദിച്ചാൽ നമുക്ക് എഴുതണം. സോ എക്സ്പാൻഡ് NSS എന്ന് ചോദിച്ചാൽ നാഷണൽ സാമ്പിൾ സർവേ ആണ്. CSO എന്താണെന്ന് ചോദിച്ചാൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് ആണെന്ന് ഓർക്കുക. അടുത്തതാണ് RGI. RGI കുറിച്ച് ഓൾറെഡി നമ്മൾ ചെറിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ സെൻസസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ കളക്ട് ചെയ്ത് അത് കറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്യുകയും പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളെ പറ്റി നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ. ആ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ നമ്മൾ ചുരുക്കി വിളിക്കുന്നതാണ് RGI എന്ന് പറയുന്നത്, രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ. അടുത്തത് DGCIS, അതായത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് കൊമേഴ്ഷ്യൽ ഇന്റലിജൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ്
കൊമേഴ്ഷ്യൽ ഇന്റലിജൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അടുത്ത വരുന്നത്. പിന്നെ ലാസ്റ്റ് നമുക്ക് ലേബർ ബ്യൂറോയും ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഏജൻസികളെല്ലാം തന്നെ നമുക്ക് സെൻസസുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ആദ്യമായിട്ട് സെൻസസ് ഓഫ് ഇന്ത്യ ആണ്, രണ്ടാമതായിട്ട് നാഷണൽ സാമ്പിൾ സർവേ, മൂന്നാമതായിട്ട് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് അഥവാ CSO, RGI രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് കൊമേഴ്ഷ്യൽ ഇന്റലിജൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് DGCIS, ലേബർ ബ്യൂറോ. ഇത്രയാണ് നമുക്ക് വരുന്ന എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോ നമ്മൾ എന്തിനാണ് സെൻസസ് എടുക്കുന്നത്? നമ്മൾ സെൻസസ് എടുക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പോപ്പുലേഷനെ കുറിച്ചിട്ട് മനസ്സിലാക്കാനാണ് അല്ലെ. നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്, നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ അതെല്ലാം ഡെമോഗ്രാഫിക്കലി റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. ഡെമോഗ്രാഫിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജനസംഖ്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ് നമ്മൾ ഡെമോഗ്രഫി എന്ന് പറയുന്നത്. അപ്പൊ ജനങ്ങളുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള റെക്കോർഡാണ് നമ്മൾ സെൻസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ എന്നൊക്കെയാണ് സെൻസസ് നടത്തുന്നതെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നൊക്കെയാണ്, എത്ര വർഷം കൂടിയിട്ടാണ്? 10 വർഷത്തിൽ ഒരിക്കലാണ് അല്ലെ നമ്മുടെ ഇന്ത്യയിൽ കറക്റ്റ് ആയിട്ട് റെഗുലർ ആയിട്ട് 10 വർഷത്തെ ഒരിക്കൽ എന്നുള്ള നിലയ്ക്കാണ് സെൻസസ് എടുത്തുകൊണ്ടിരുന്നത്. 2011 വരെ അത് കറക്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് 2021 അടുത്ത സെൻസസ് നടക്കേണ്ടത്. പക്ഷെ നടന്നില്ല. കാരണം നിങ്ങൾക്കറിയാം, കോവിഡ് ആയിരുന്നു അല്ലെ. കോവിഡ് ആയതുകൊണ്ട് 2021 സെൻസസ് നടന്നില്ല. അപ്പൊ എല്ലാ വർഷവും, അതായത് 1881 തൊട്ട് തുടങ്ങിയതാണ്. 1881 അത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തായിരുന്നേ, ഒന്ന് ജസ്റ്റ് ഓർത്തോണേ. ഇവിടെ നമ്മൾ പറഞ്ഞില്ല അല്ലെ. ഓക്കെ, 1881 നമ്മൾ ഫസ്റ്റ് ആയിട്ട് സെൻസസ് എടുത്തത്. ഓക്കെ, 1881 നമ്മൾ ഫസ്റ്റ് ആയിട്ട് സെൻസസ് എടുത്തത്. അന്ന് തൊട്ട് കൃത്യമായിട്ട് 10 കൊല്ലം കൂടുമ്പോ അതായത് ബ്രിട്ടീഷുകാരുള്ള ടൈമിലാണ് നമ്മൾ 1881 ഫസ്റ്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നത്. അന്ന് തൊട്ട് എല്ലാ 10 കൊല്ലവും കൂടുമ്പോൾ നമ്മൾ സെൻസസ് നടത്തും. അപ്പോ 2021 അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് എടുക്കാൻ പറ്റിയില്ല എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇത് ബ്രിട്ടീഷുകാർ ഉള്ള ടൈം അല്ലേ, 1881 എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ബ്രിട്ടീഷുകാർ ഉള്ള ടൈമാണ്. എന്നാൽ ഇൻഡിപെൻഡൻസിന് ശേഷം, അതായത് 1947 നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് സെൻസസ് എടുക്കുന്നത് 1951 ഓക്കെ. അപ്പൊ ഫസ്റ്റ് സെൻസസ് ഇൻഡിപെൻഡൻസിന് ശേഷം, ചോദ്യം ശ്രദ്ധിക്കണം, MCQ ആയിട്ട് മറ്റോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ആദ്യമായിട്ട് എടുത്തത് എന്നാണെന്ന് ചോദിച്ചാൽ 1881 1881 അല്ലെ, തിരിച്ചിട്ടാ മതി, 1881. എന്നാൽ ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മുടെ ഇന്ത്യയിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള സെൻസസ് നടക്കുന്നത് 1951 അതായത് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി ഒരു 4 വർഷം കഴിയുമ്പോഴാണ് കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് നടന്നത് 1881 ഒഫീഷ്യൽ ആയിട്ട്, അതായത് ഈ പറയുന്ന പോലെ ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മൾ സെൻസസ് എടുക്കുന്നത് 1951 ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി നമ്മുടെ ഈ പോപ്പുലേഷനിൽ നമ്മൾ എന്തെല്ലാം കാര്യത്തെ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും നമ്മൾ കളക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പൊ നിങ്ങളുടെ വീട്ടില് സെൻസസുമായിട്ട് ബന്ധപ്പെട്ട് സർവേ എടുക്കാൻ ആൾക്കാർ വരുമ്പോൾ അവർ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്കും അറിയാം അല്ലെ. വിദ്യാഭ്യാസത്തിന്റെ കാര്യം ചോദിക്കും, വീട്ടിൽ എത്ര പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ഫാമിലിയിൽ മൊത്തം എത്ര മെമ്പേഴ്സ് ഉണ്ട്, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് നമുക്കറിയാം. അപ്പോ അങ്ങനെ ഓരോ വീടുകളിലും കയറി അവർ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുമ്പോൾ അവർക്ക് ഓവറോൾ ഒരു ഐഡിയ കിട്ടും. അതായത് നമ്മുടെ പോപ്പുലേഷന്റെ ഇപ്പോഴത്തെ ഇപ്പൊ എത്രമാത്രം പോപ്പുലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ എത്ര പേര് ഒരു ലൊക്കാലിറ്റിയിൽ താമസിക്കുന്നുണ്ട്, അതിൽ എത്ര സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, അവരുടെ വിദ്യാഭ്യാസം എന്താണ്, എത്ര പേര് പുറത്തേക്ക് ജോലിക്ക് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ റൂറൽ ഏരിയയിൽ എന്താണ് അവസ്ഥ, അർബൻ ഏരിയയിൽ. റൂറൽ എന്ന് പറയുമ്പോൾ ഗ്രാമപ്രദേശമാണ് അല്ലെ. അപ്പൊ ഗ്രാമപ്രദേശത്തിൽ എന്താണ് അവസ്ഥ, നഗരപ്രദേശങ്ങളിൽ എന്താണ് അവസ്ഥ, ഇങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം നമുക്ക്, അതായത് ഒട്ടുമിക്ക ഒരു പോപ്പുലേഷനെ കുറിച്ചുള്ള മിക്കവാറും എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു സെൻസസ് എടുക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാവും എന്നുള്ള കാര്യം ഇത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അതായത് സൈസ്, ഡെൻസിറ്റി, സെക്സ് റേഷ്യോ, ലിറ്ററസി, മൈഗ്രേഷൻ, റൂറൽ അർബൻ ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമുക്കിവിടെ അറിവ് കിട്ടും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോ നമ്മൾ എന്തിനാ സെൻസസ് എടുക്കുന്നത്? ഓക്കെ, നമുക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇനി നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിൽ വെച്ചിരുന്നാ മതിയോ, അല്ലെങ്കിൽ പേപ്പറിൽ അച്ചടിച്ച് വെച്ചിരുന്നാ മതിയോ? അല്ല, നമുക്ക് ഈ ഡേറ്റ ഉപയോഗിച്ചിട്ട് വേണം നമ്മുടെ ഇന്ത്യയിൽ ആൾക്കാർ അനുഭവിക്കുന്ന എക്കണോമിക് അതുപോലെ സോഷ്യൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് അല്ലെ.
നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്തിനാ പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിന്റെ ഉദ്ദേശം തന്നെ സാമൂഹിക എക്കണോമിക് ആയിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് പ്രോബ്ലംസിനെ പരിഹരിക്കാനുള്ള ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കിട്ടിയ ഡേറ്റ നമ്മൾ കൃത്യമായിട്ട് പരിശോധിച്ചതിന് ശേഷമായിരിക്കും നമ്മുടെ ഇന്ത്യയിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതുപോലെ ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നമ്മൾ കാണാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എക്കണോമിക് സോഷ്യൽ ഇഷ്യൂസ് കൊണ്ട് നമ്മൾ എന്താണ് ആ ഒരു സെൻസസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സെൻസസ് നമുക്ക് ഇത്തരത്തിൽ എക്കണോമിക് സോഷ്യൽ ഇഷ്യൂസ് നമ്മുടെ ഇന്ത്യയിലെ എക്കണോമിക് സോഷ്യൽ ഇഷ്യൂസിനുള്ള ഒരു പരിഹാരമാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഏജൻസികൾ പറഞ്ഞു അല്ലെ. ഏതൊക്കെയായിരുന്നു ഏജൻസികൾ? സെൻസസ് ഓഫ് ഇന്ത്യ ഉണ്ട്, നാഷണൽ സാമ്പിൾ സർവേ ഉണ്ട്, CSO ഉണ്ട്, RGI ഉണ്ട്, DGCAS ഉണ്ട്, ലേബർ ബ്യൂറോ ഉണ്ട്. ഇതെല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ഏജൻസികളാണെന്ന് നമുക്കറിയാം. അപ്പൊ ഇതില് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന സോഷ്യോ എക്കണോമിക് ഇഷ്യൂസിനെ കുറിച്ച് മനസ്സിലാക്കാനാണല്ലോ നമ്മൾ ഈ സെൻസസ് ഒക്കെ എടുക്കുന്നത്. അപ്പൊ ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മള് രാജ്യം മൊത്തം സർവേകൾ നടത്തും. അപ്പൊ ഈ സർവേകൾ നടത്തുന്ന ആൾക്കാരെയാണ് നമ്മൾ നാഷണൽ സാമ്പിൾ സർവേ എന്ന് പറയുന്നത്. അത് നമുക്ക് അങ്ങനെ തന്നെ വേണമെങ്കിൽ എടുത്ത് ചോദിക്കാം. വിച്ച് ഏജൻസി എസ്റ്റാബ്ലിഷ് അണ്ടർ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കണ്ടക്ട് നേഷൻ വൈഡ് സർവേസ് ഓൺ സോഷ്യോ എക്കണോമിക് ഇഷ്യൂസ് ഓഫ് ഇന്ത്യ എന്ന് വല്ലതും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം NSS ആണ്, അഥവാ നാഷണൽ സാമ്പിൾ സർവേ ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. ഇനി ഇവര് കളക്ട് ചെയ്യുന്ന ഈ ഡേറ്റ ഇവരെങ്ങനെയായിരിക്കും നമ്മളിലേക്ക് എത്തിക്കുന്നത്? ഇപ്പൊ ഈ പ്രശ്നങ്ങൾ മനസ്സിലാവുമല്ലോ. പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് ഡേറ്റയാക്കി അത് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് റിപ്പോർട്ടുകൾ വഴിയാണ്. ഓക്കെ, റിപ്പോർട്ടുകൾ വഴിയാണ്. അത്തരത്തിൽ ഇവർ ഇറക്കുന്ന ഒരു ക്വാർട്ടർലി ജേർണൽ ഉണ്ട്. അതിന്റെ പേരാണ് സർവേക്ഷണ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, സർവേക്ഷണ എന്ന് പറയുന്നത്. നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്തുവാ ഈ ക്വാർട്ടർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ക്വാർട്ടർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു വർഷം 12 മാസമാണുള്ളത് അല്ലെ. 12 മാസമാണ്. ഈ 12 മാസത്തിലും നമുക്ക് ഇതാണ്ട് ഇങ്ങനെ 4 രീതിയിൽ തിരിക്കാം. അപ്പൊ ഒരു 3 മാസം, 3 മാസം, പിന്നെ ഒരു 3 മാസം, 3 മാസം, ഇങ്ങനെ ഒരു 3 മാസ രീതിയിൽ തിരിക്കാം. അതായത് വർഷത്തിൽ 4 തവണ 3 മാസം കൂടുമ്പോൾ നമുക്ക് കിട്ടുന്ന ജേർണലാണ് ഈ സർവേക്ഷണ എന്ന് പറയുന്നത്. അതാണ് ക്വാർട്ടർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ക്വാർട്ടർലി അതായത് 12 × 1/4 ചെയ്താൽ മതി. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. 12ന്റെ ക്വാർട്ടർ ആണ്. നമ്മൾ ക്വാർട്ടർ എന്ന് പറയുമ്പോൾ 1/4 അല്ലേ. അപ്പോ 1/4 ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടില്ലേ. അതായത് 3 മാസം കൂടുമ്പോൾ ഇവരൊരു ജേർണല്, ഒരു മാഗസിൻ പുറത്തിറക്കും. ആ മാഗസിനിലൂടെയാണ് ഇവർ ഈ റിപ്പോർട്ടുകളൊക്കെ പുറത്തുവിടുന്നത്. അപ്പൊ ആ റിപ്പോർട്ട്, സർവേക്ഷണ എന്ന് പറയുന്ന റിപ്പോർട്ട് ആരാണ് പുറത്തുവിടുന്നതെന്ന് ചോദിച്ചാൽ അത് NSS ആണ്, നാഷണൽ സാമ്പിൾ സർവേ ആണ്. അപ്പൊ അവര് നമ്മുടെ ഇന്ത്യയിലുള്ള പലതരം പ്രശ്നങ്ങളൊക്കെ പഠിച്ചിട്ട് അവരിതിനെ കുറിച്ചിട്ട് ആ ഡേറ്റ കളക്ട് ചെയ്ത് അതൊക്കെ റിലീസ് ചെയ്യുന്ന, പബ്ലിഷ് ചെയ്യുന്നത് സർവേക്ഷണ എന്ന് പറയുന്ന ഒരു ജേർണലിൽ കൂടെയാണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവർ എന്തിനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും പഠിക്കുന്നത്? ഇവർ പഠിക്കുന്നത് ലിറ്ററസിയെ കുറിച്ച്, സ്കൂൾ എൻറോൾമെന്റ്, എത്ര കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നുണ്ട്, അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ സേവനങ്ങൾ എങ്ങനെയൊക്കെയാണ്, ജോലി, തൊഴിലില്ലായ്മ, അതുപോലെ സർവീസ് സെക്ടറിൽ, അതായത് സർവീസ് സെക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ 3rd സെക്ടർ ആണ് അല്ലെ, ടെറിഷറി സെക്ടർ ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് സേവന മേഖലയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ് അസുഖങ്ങളുടെ കാര്യങ്ങള്, ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ റേഷൻ കടകളുടെ ഉപയോഗം, ഇങ്ങനത്തുള്ള മിക്കവാറും എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും ഇവരിങ്ങനെ പീരിയോഡിക്കലി, അതായത് ഒരു കൃത്യമായിട്ടുള്ളൊരു ടൈം പീരീഡിൽ ഇവർ ഇതിനെ കുറിച്ച് പഠിച്ച് ഇതിന്റെ റിപ്പോർട്ടുകൾ ഇവരെന്ത് ചെയ്യും, ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അവരുടെ ആ ജേർണലിന്റെ പേര് നിങ്ങൾ ഓർത്ത് പറയുക. അതാണ് സർവേക്ഷണ. മറന്നു പോകരുത്, സർവേക്ഷണ. അപ്പൊ NSS എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. നാഷണൽ സാമ്പിൾ സർവേ ആണ്, അവരുടെ ജേർണൽ ആണ് സർവേക്ഷണ. അവർ മിക്കവാറും എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും കേട്ടോ, എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും റിപ്പോർട്ടുകൾ തരും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ അങ്ങനെ അവര് ഈ ഇടയ്ക്കൊക്കെ ആണെങ്കിൽ ഇപ്പൊ ജനുവരി ജൂൺ 2004 അവര് 16th റൗണ്ട് സർവേ ഒക്കെ എടുത്ത് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പൊ 2011-12 അതുപോലെ അവര് ഡീറ്റെയിൽസ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ ടെക്സ്റ്റിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത്
നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഏജൻസികളെ പറ്റിയിട്ടാണ്. ഏജൻസികൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ആദ്യമായിട്ട് സെൻസസ് നടന്നത് എന്നാണെന്ന് ചോദിക്കുമ്പോൾ 1881 പറയുക. എന്നാൽ ഇൻഡിപെൻഡൻസിന് ശേഷം എപ്പോഴാണ് നടന്നതെന്ന് ചോദിക്കുമ്പോൾ 1951 പറയുക. സെൻസസ് നമ്മൾ എടുക്കുന്നത് പലതരം എക്കണോമിക് ഇഷ്യൂസിനെ കുറിച്ച് പഠിക്കാനാണ്. അപ്പൊ അത് പഠിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഒരു ഏജൻസി ഉണ്ട്. അതിനെ നമ്മൾ നാഷണൽ സാമ്പിൾ സർവേ എന്നാണ് വിളിക്കുന്നത്. അവര് പുറത്തിറക്കുന്ന ക്വാർട്ടർലി, എല്ലാ 3 മാസം കൂടുമ്പോഴും അവരൊരു ജേർണൽ പുറത്തിറക്കും. ആ ജേർണലിന്റെ പേരാണ് സർവേക്ഷണ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോ നമ്മൾ എന്താണ് ഡേറ്റ എന്നുള്ളത് ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിനെ കുറിച്ചിട്ട് ഉള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു ഇത്. അപ്പം ഡേറ്റ കളക്ട് ചെയ്യുക, ഡേറ്റ കൃത്യമായിട്ട് എങ്ങനെ അനലൈസ് ചെയ്യാം, ആ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കാണാം അല്ലെ, ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ 2 ഡേറ്റകളെ കുറിച്ചൊക്കെയാണ് പഠിച്ചു തുടങ്ങിയത് അല്ലെ. പ്രൈമറി ഡേറ്റയും സെക്കൻഡറി ഡേറ്റയും അതുമായിട്ട് ബന്ധപ്പെട്ട പലതരത്തിലുള്ള എന്താണ് ഏജൻസികളും പിന്നെ അതിന്റെ മോഡ് അല്ലെ, നമുക്ക് ഏതൊക്കെ രീതിയിൽ അത് കളക്ട് ചെയ്യാം, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തീർന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ തീർന്നിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണം. ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് റിവിഷൻ ആയിട്ട് ചെയ്യാം, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ റീച്ച് ഔട്ട് ചെയ്യുക. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു.